പന്തളത്ത് MC റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 4 പേർക്ക് സാരമായി പരിക്കേറ്റു. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശശി, വലിയ അപകടമാണല്ലോ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്ന് രാവിലെ 5:45 കൂടിയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. പന്തളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന കാലിത്തീറ്റയുമായി പോയിരുന്ന ലോറിയാണ് ഇത്തരത്തിൽ കുരമ്പാല പത്തിയിൽപ്പടിയിൽ ഗൗരിയുടെ വീടിന്റെ മുകളിലേക്ക് പറഞ്ഞത്. വീട്ടിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. വീട്ടിലുണ്ടായിരുന്ന രാജേഷ്, ഭാര്യ ദീപ, അതുപോലെ തന്നെ മക്കളായ മീനാക്ഷി, മീര എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇവര് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വീട് പൂർണ്ണമായി തകർന്നു. ലോറി വീടിന്റെ മുകളിലാണ് വീണത്. ഡ്രൈവർക്കും ക്ലീനർക്കും ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ 4 പേർക്കും ഈ വീട്ടിലുണ്ടായിരുന്ന രാജേഷും ഭാര്യയും മക്കളെയും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും വന്നതിന് ശേഷമാണ് രക്ഷപ്പെടുത്തിയത്. മീനാക്ഷിക്കാണ് ചെറിയ ഒരു കാലിന് പരിക്കുണ്ടായി. പക്ഷെ വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ ഇവര് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്, ഏറ്റവും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വലിയ ഭാഗ്യമായി പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. വീട് പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അപകടത്തിന്റെ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവുന്നത്. പുലർച്ചെ 5:45 കൂടിയാണ് ഇത്തരം അപകടം ഉണ്ടായത്. പന്തളത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒരു ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്ക് പറ്റിയിട്ട് ഇവർ 2 പേരെയും പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. വലിയൊരു അപകടമാണ് ഉണ്ടായത്. പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീട്ടുകാർ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആശുപത്രി ശരി, പന്തളത്താണ് MC റോഡിൽ ഈ അപകടമുണ്ടായത്. കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർന്നു. 4 പേർക്ക്, വീടിനുള്ളിലുണ്ടായിരുന്ന 4 പേർക്ക് സാരമായി പരിക്കേറ്റു. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.